ഇന്ന് 14-ാം തീയതി അതന്നെ നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ എന്താണെന്ന്. അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ കാണിച്ചു തരാം. ഒന്നുമില്ല, രാവിലെ നീച്ച് ആ ഡ്യൂട്ടിക്ക് പോവാ. ബംഗാളികൾ പണിക്കോവൂലേ അതേപോലെ പോവാ. ഇവിടെയാണ് നമ്മളെ ഡ്യൂട്ടി. അല്ല എന്ന് നമ്മളെ ഡ്യൂട്ടി ഇവിടെ തന്നെയാണ്. ഇതിന്റെ ഏറ്റവും ഉയരത്തില് അതും 8-ാം നിലയില്. ഇതാണ് കേട്ടോ നമ്മളെ 8-ാം നിലയിലത്തെ യൂണിറ്റ്. ഇതൊക്കെ ഇട്ട് മെയിനാവാണ് കരുതണ്ട. ഇത് ഇട്ടിട്ടില്ലേ പോലും ഞാൻ ചവിട്ടി പുറത്താക്കും. യൂണിറ്റ് കയറിയ പിന്നെ നമുക്ക് ഫോൺ തൊടാൻ പറ്റില്ല. ഫോൺ ഞാൻ ബാഗിലാണ്ട് ഭാഗത്തേക്കും. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ ചായ അടിച്ചാൻ പോകും. ഇതാണ് നമ്മൾ അഖിലക്ക് പറഞ്ഞ പപ്സ് ജീവനാണ്. ചായയുടെ കഴിഞ്ഞ് നമ്മൾ യൂണിറ്റിക്ക് തിരിച്ചു കയറി. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ മാത്രമേ ഇറങ്ങുള്ളൂ ഇനി പുറത്തേക്ക്. അങ്ങനെ പള്ളിയൊക്കെ പിന്നെ ഞാൻ പോയത് നേരെ നമ്മൾ നാസറാക്കാനെ കാണാൻ. നാസറാക്കാൻ്റെ അവിടെ നല്ല ചോറിട്ടു. ചോറൊക്കെ തിന്ന് തെർത്തീബാക്കി മൂപ്പരോട്ട് ടാറ്റയും പറഞ്ഞ് ഞാൻ ഇറങ്ങിട്ടോ. ചോറൊക്കെ വെച്ചിട്ട് സിക്സ് പാക്ക് കണ്ട് ചാടിക്കണ്. എന്നാ പിന്നെ നടന്നിട്ട് കയറായിരുന്നു. കയറി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് പടച്ചോനെ മാണ്ടിയില്ലേ ഇന്ന് മറ്റേ ലവ്വിലുള്ള ഡേ ആണല്ലോ, അതിന്റെ പരിപാടിയാണിത്. ഇന്നെ കിട്ടിയത് മുസ്രിഫാക്കാണ്. മുസ്രിഫ നമ്മളെ മഞ്ചെന്ന് പറ്റിച്ചു. ഞാൻ പിന്നെ കുറച്ച് റൊമാൻറ്റിക് ആനെ കൊണ്ടേ കിറ്റ്കാരാണ് കൊടുത്തു. ഒന്നും നോക്കില്ല. പിന്നെ എല്ലാവരും ഡ്യൂട്ടി കയറിട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ 4 മണി വരെ ഫുൾ പണിയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളെ സൂചേച്ചി. സൂചേച്ചി നമ്മളെ ടാറ്റന്ന് നൈസിൽ ഒഴിവാക്കി വിട്ടു. റേഷൻ പടിയൊക്കെ മണ്ണെണ്ണക്ക് നിൽക്കണേ നല്ലത്. ലിഫ്റ്റ് അതൊക്കെയാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. ലിഫ്റ്റ് ഏതായാലും കിട്ടാതിനെ കൊണ്ട് ഞാനും ജിമ്മും പടി ഇറങ്ങി. ഇതാണ് നമ്മളെ ജിമ്മ് കേട്ടോ. റൂമൊക്കെ എത്തിയ പിന്നെ നമ്മളൊരു ചാടട്ട് കറുത്തൊക്കെ ഇറങ്ങി നീച്ചുള്ളൂ കേട്ടോ. പിന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഷർട്ടൊക്കെ ഇട്ട് കുറച്ച് വെള്ളം കുടിച്ച് പുറത്തേക്ക് നോക്കി അങ്ങനെ നിന്നു. പിന്നെ ഒരു മഞ്ചും പൊട്ടിച്ച് നിന്നു കേട്ടോ. ഇത്ര എളുപ്പം നമ്മളെ 14-ാം തീയതി. എന്നാ പിന്നെ കാണാം. എന്നാ ആയിക്കോട്ടെ, അമ്മക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാ ആയിക്കോട്ടെ.